എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അപ്പൊ നമ്മള് നല്ലൊരു മൈൻഡോട് കൂടി തന്നെയാണ് നമ്മളോട് പേക്കണത്. എന്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വാപ്പാനും ഇവനൊക്കെ വിളിച്ചുകാണ്ട് ഓൻ ഈ ഒരു ലെവലില് ഇങ്ങനെ പിന്നെ ഡയലോഗ് അടിച്ച് നടക്കുമ്പോ മരിക്കാനാണെങ്കിൽ നമ്മൾ മരിക്കും. എന്തിനും നമ്മൾ റെഡി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ പോയിക്കണത്. എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? അതൊന്നും ഇവിടെ വിഷയല്ല. പൊന്നു തൊപ്പിയ ദൈവമേ, ഇയാളെ എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കും. ലൈവില് 4 ചെക്കന്മാരിങ്ങനെ ബാക്കിൽ വെച്ചുകാണ്ട് ഇങ്ങനെ കളിക്കുണ്ടല്ലോ, ഹേയ് 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 എന്നുണ്ട്. അതൊക്കെ ഇജ്ജ് തിന്നാൻ കൊടുക്കണ ആളുകളാന്നുള്ള ചിന്താഗതി എനിക്ക് വേണം. പക്ഷെ ഞാൻ തിന്നാൻ കൊടുക്കാത്ത ഒരുപാട് ആളുകൾ എന്റെ ബാക്കിലുണ്ട്. ഇവൻ നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. റാമ്പ് എന്റെ വാപ്പാന്റെ വാപ്പാക്ക് തെറി വിളിച്ചോനാ. എന്തോന്നാ പറയുന്നത്? ഇജ്ജൊന്ന് ഒരു ഒറ്റ അടിക്ക് തികയില മുത്തേ, ഒരൊറ്റ അടിക്ക്. രണ്ടാമത്തെ ഒരു അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇജ്ജ് മനസ്സിലാക്കിക്കോ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഷാജാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനങ്ങ് തീർക്കും. അങ്ങനെ തീർത്തിക്കണ പൊന്നു മോനെ. ജിന്നെ തല്ലാണെങ്കിൽ ഇങ്ങനെ കൊല്ലണം. നമ്മൾ ഗുണ്ടകളല്ല, അനാഥാരാണ്. എന്തിനാണ് കൊന്നിട്ട് പകുതി ജീവല് ജിന്നെ വിട്ട് കഴിഞ്ഞാണ്ടല്ലോ വിടില്ല മോനെ തന്നെ. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. എന്റെ ലൈവ് ഇന്നലെ കട്ടായില്ലേ? ഇജ്ജ് മനസ്സിലാക്കിയാ മതി. എന്നെ കൊണ്ടും പറ്റും, എന്റെ അടുത്തും ആളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഇജ്ജ് മനസ്സിലാക്കിയാ മതി. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. പിന്നെ ഇജ്ജ് പറഞ്ഞു പിന്നെ താറും കാര്യങ്ങളൊക്കെ ഞാൻ അടവിനെടുത്ത് കാണാൻ നടക്കണേ. ഞാൻ എന്ത് ആയിക്കോട്ടെ, ഞാൻ തേപ്പ് പണിക്ക് പോവാ മുത്തേ. 700 600 തേപ്പിന്റെ പണിയില്ലേ, അതിന് പോവാണ്. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോ എന്റെ സമ്പാദ്യം എന്താ, എന്റെ ബാധ്യത എന്താ, അല്ലെങ്കിൽ ഇന്റത് എന്തൊക്കെ അന്നെ തെളിയിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അന്നെ പോലെ സ്ട്രീമും ചെയ്ത് കാണണ്ട, അല്ലെങ്കിൽ മറ്റേ ഈ ചെറിയ പിള്ളേരെ 50 40 നക്കിക്കാണ് നടക്കുന്ന പരിപാടിയല്ല. അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ ഷാജാൻ ജീവിക്കണത്. അത് നോട്ട് ചെയ്ത് വെച്ച പൊന്നു മോനെ. അത് ആരെയിക്കോട്ടെ, റോമ്പല്ല കോമ്പല്ല, എത്ര വലിയ ബോംബുണ്ടെങ്കിലും ഒന്നുമില്ല. ഞാനോട് പറഞ്ഞില്ലേ, എനിക്ക് മരിക്കാൻ പേടില്ലടാ. എനിക്ക് മരിക്കാൻ പേടിയില്ലെങ്കിൽ പിന്നെ എന്താ, നമ്മളെ ലാസ്റ്റ് ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്കാണ് എത്തുക, മരണം. അതിന് എനിക്ക് പേടില്ലെങ്കിൽ പിന്നെ എന്തിനാടാ, എന്താടാ എനിക്കുള്ളത്? പിന്നെ ഒരു കോപ്പില്ല പൊന്നു തൊപ്പിയെ. അപ്പൊ എഴുതി വെച്ചോ, വെയിറ്റ് ആൻഡ് സീ. പല്ല് പറിച്ചു വിട്ട മൂർക്കം പാമ്പിനെയാ നിങ്ങൾ നോവിച്ചു വിട്ടേക്കണേ. 2 അകത്തി എന്ന അയാള് 10 വിടർത്തും കൊത്തും.